ടൈം ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് എംപി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 2004 മുതൽ പ്രതിനിധീകരിച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവോപശേഷി വികസനത്തിനും ഏറ്റവും പിന്നോക്കമാണ് രാഹുലിന്റെ അമേഠി. മണ്ഡലത്തിലെ തിരിഞ്ഞു നോക്കാത്ത എംപി എന്ന പേരുദോഷവുമാണ് രാഹുൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. 1967 മുതൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠി യാതൊരു വികസനവും തൊട്ടു തീണ്ടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അമേഠിയുടെ ഈ പേരുദോഷം മാറ്റാൻ ഒന്നും ചെയ്യാൻ 2004 മുതൽ എംപി ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാകട്ടെ സാധിച്ചതുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏറ്റവും മോശം എംപിയാകുന്നുവെന്ന് ലോക്സഭാ സൈറ്റിലെ വിവിധ കണക്കുകളിലൂടെ വ്യക്തമാകും. പാർലമെന്റിൽ ഹാജരാകുക എന്നതാണ് പാർലമെന്റ് അംഗത്തിന്റെ പ്രാഥമിക കടമ. അക്കാര്യത്തിൽ തന്നെ രാഹുൽ പരാജയമായി. 52% മാത്രമാണ് രാഹുലിന്റെ 5 വർഷത്തെ ഹാജർ ശരാശരി. ദേശീയ ശരാശരി 80%ആണെന്നിരിക്കെയാണ് ഈ മോശം പ്രകടനം. ചർച്ചകളിൽ പങ്കെടുത്തത് പരിശോധിച്ചാൽ 14 ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മാത്രം കണക്ക് കാണാം. 67 ദേശീയ ശരാശരി എന്നോർക്കണം. ഇതിലും പരമദയനീയമാണ് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം. വട്ടപൂജ്യം. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന് സാരം. സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, 0 തന്നെ. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടെ, അതായത് 3650 ദിവസത്തിനിടെ രാഹുൽ മണ്ഡലത്തിൽ പൂർണ്ണമായും ജൂലൈ വരെ വിദേശ പര്യടനം നടത്തിയതാകട്ടെ 121 തവണയും. ഇനി എംപി ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ എംപിമാരിൽ ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ 71ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക്. ഏറ്റവും പോഷകാഹാരക്കുറവ് നേരിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠിയെന്നും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പൂർണ്ണ പരാജയമെന്ന പേരുദോഷവുമായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് വിലയിരുത്തുമെന്നുറപ്പ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തിന് നെറുകയിലെത്തുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവും. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മുഖ്യപ്രതികളായിരിക്കുന്ന കേസ് രാഷ്ട്രീയ വജ്രായുധമാക്കാൻ ബിജെപി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഗാന്ധി കുടുംബം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് ഏപ്രിൽ 23 മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ കത്തിജ്വലിക്കുന്ന സമയത്ത് ഈ കേസ് കോടതി പരിഗണിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു നൽകുമെന്നുറപ്പാണ്. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് 2010 5 ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ദില്ലിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യൻ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ടി.കെ. രംഗരാജൻ, എസ്. സുധാകർ റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, കെ.സി. വേണുഗോപാൽ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് എണ്ണുന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നാണ് കമ്മീഷന്റെ വാദം. തൊടുപുഴയിൽ 7 വയസ്സുകാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ അമ്മയ്ക്കെതിരെയും കേസെടുത്തേക്കും. മർദ്ദന വിവരം മറച്ചുവെച്ചതിനും മർദ്ദനത്തിന് കൂട്ടുനിന്നതിനുമെതിരെയാണ് നടപടി. അതേസമയം ഇളയകുട്ടിയെ അമ്മയ്ക്കൊപ്പം വിട്ടുന്നതിൽ ആശങ്കയുണ്ടെന്ന് ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. 3 വയസ്സുകാരൻ നൽകിയ മൊഴിയിൽ അമ്മയുടെ സുഹൃത്ത് അരുൺ ആനന്ദ് നിരന്തരമായി 2 കുട്ടികളെയും മർദ്ദിക്കാറുള്ളതായി പറയുന്നു. സംഭവം നടന്ന ബുധനാഴ്ച ഇളയ കുഞ്ഞിനും മർദ്ദനമേറ്റിട്ടുണ്ട്. 2 കുട്ടികൾക്കും ഇത്രയേറെ മർദ്ദനമേറ്റിട്ടും പോലീസിനെയോ ചൈൽഡ് ലൈൻ അധികൃതരെയോ അറിയിക്കാത്തതാണ് അമ്മയ്ക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമാകുന്നത്. മർദ്ദനത്തിൽ പങ്കുചേരൽ, കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവെക്കൽ എന്നിവയാണ് ഇവർക്കെതിരായ വകുപ്പുകൾ. പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അരുൺ കുട്ടികളെ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. കുറച്ചുനാൾ മുൻപ് മങ്ങാട്ടുകവലയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഇയാൾ കുട്ടികളെ അസഭ്യം പറയുകയും അടിക്കുകയും ചെയ്തത് നാട്ടുകാരാണ് തടഞ്ഞത്. 1.5 മാസം മുൻപ് തൊടുപുഴയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വെച്ചും മൂത്ത കുട്ടിയെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളിലെ യുവതിയുടെ പങ്ക് തെളിഞ്ഞതോടെയാണ് യുവതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായത്. കുറ്റകൃത്യം മറച്ചുവെച്ചത് കൂടാതെ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത അമ്മയാണ് ഇവരെന്ന് ശിശു സംരക്ഷണ സമിതി റിപ്പോർട്ട് നൽകി. ഇളയ കുട്ടിയെ ഇവരെ ഏൽപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. മധ്യവേനലവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസവും നിരവധി പേർക്ക് സൂര്യതാപം ഏറ്റു. വയനാട്ടിൽ വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തില്ല. അമേഠിയിൽ നിന്നുള്ള എംപിയായി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വിജയിച്ചാൽ രാഹുൽ വയനാട് നിലനിർത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നില്ല. വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും മണ്ഡലം നിലനിർത്തില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. മാർച്ച് 29-ന് ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഉത്തർപ്രദേശിലെ എംപിയായി തുടരുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമേഠിയാണ് തന്റെ കർമ്മഭൂമി എന്നായിരുന്നു രാഹുൽ വ്യക്തമാക്കിയത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രാഹുൽ വയനാട് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. राहुल जी ने अनेकों बार कहा है और कि अमेठी उनकी कर्म भूमि है. अमेठी के लोगों का प्यार और स्नेह राहुल गांधी जी के लिए बेजोड़ है. രാഹുൽ മണ്ഡലം നിലനിർത്തില്ല എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചാൽ തിരിച്ചടിയാകുന്നതിനാൽ തന്ത്രപൂർവമായാണ് കോൺഗ്രസിന്റെ മറുപടി. That's why Rahul ji has said, I will represent Amethi, but I will also represent the southern states, for they are an important part of India's way of life and India's way forward. കേരളത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം നിലനിർത്തുമെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ധൈര്യപ്പെടില്ലെന്നുറപ്പ്. രാഹുൽ ഗാന്ധിക്കായി വോട്ട് ചോദിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിജയിച്ചാൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ദില്ലിയിലെ AICC ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. അണികളിൽ ആവേശം പകർന്ന് പ്രചാരണ പരിപാടികളിൽ ദേശീയ നേതാക്കൾ സജീവമായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തരംഗമുണ്ടാകുമെന്ന് പറയുന്ന നേതാക്കൾ 2014 സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ചിട്ടും കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായ കാര്യം ഓർക്കണമെന്നും MA ബേബി പറഞ്ഞു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശം പകർന്നാണ് ഇടതുപക്ഷ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും MA ബേബിയും പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന പ്രധാന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത്. ബദൽ നയപരിപാടിയിലൂടെ രാജ്യത്തെ മാറ്റാനും രക്ഷിക്കാനും 2004-ലേതുപോലെ ഇത്തവണയും കേരളം LDFന് തിളക്കമാർന്ന വിജയം നൽകണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. Similar maturity today is required in order to show that we will save India but change India on the basis of alternative policies, and for that 2004 you gave 18 out of 20 to the LDF. This time you will give 20 out of 20 to the LDF and send them to the parliament for the future of India. എന്തിനാണ് BJPക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും സമരം നയിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് ചോദിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ അയൽ സംസ്ഥാനങ്ങളിലും തരംഗം ഉണ്ടാകുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളോട് 2014-ൽ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചപ്പോൾ 78 സീറ്റിലും തോറ്റ കാര്യം ഓർമ്മപ്പെടുത്തി. അമ്മ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും രണ്ടുപേരും മത്സരിച്ച ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് എന്തുണ്ടായി? 2014 തെരഞ്ഞെടുപ്പിൽ ഇവര് രണ്ടുപേരും മത്സരിച്ച എന്തൊക്കെയാ സീറ്റ്? റായ്ബറേലിയും അമേഠിയും അല്ലേ? ആ 2 സീറ്റ് മാത്രമേ 80 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചുള്ളൂ. ബാക്കി 78 സീറ്റിലും കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ നിന്നവരും തോറ്റു തൊപ്പിയിട്ടു. ഇന്നും വിവിധ ജില്ലകളിൽ
ദേശീയ നേതാക്കൾ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സ്ഥാനാർത്ഥി VN വാസവന് ഏറ്റുമാനൂരിൽ പടിഞ്ഞാറൻ മേഖലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറുന്ന ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും LDF മൂന്നാംഘട്ട പ്രചരണത്തിന്റെ ആദ്യ ഭാഗം പൂർത്തീകരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വൈക്കത്ത് നിന്ന് രണ്ടാംഘട്ട പ്രചരണം തുടങ്ങി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ LDF സ്ഥാനാർത്ഥി VN വാസവനെ ഏറെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത്. കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, കൈപ്പുഴ തുടങ്ങി എല്ലായിടത്തും ആവേശകരമായിരുന്നു സ്വീകരണം. സ്വീകരണത്തോടൊപ്പം പ്രളയകാലത്തെ രക്ഷകനായ VN വാസവനെ ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ഒഴുകിയെത്തി ആദരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. നാടൻ പഴക്കുലകളും കരിക്കിൻ കുലകളും ഒക്കെ നൽകിയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. മിക്കയിടങ്ങളിലും സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം സ്വീകരണത്തിൽ ശ്രദ്ധേയമായി. എല്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അപാലവൃദ്ധൻ ജനങ്ങളാണ്. പറഞ്ഞത് പ്രളയക്കെടുതിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ അവസരമുണ്ടാക്കിയ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്നതാണ് അവർ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമമാകെ ഒന്നിച്ചു വന്ന് സ്വീകരിക്കുന്ന ഒരു പ്രതീതി കുമരകത്തുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാടിന് ഉത്സവഛായ പകർന്ന നാട്ടിടവഴികളിലെ സ്നേഹസാഗരം ഏറ്റുവാങ്ങി ആവേശകരമായിരുന്നു പര്യടനം. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വൈക്കത്ത് നിന്ന് രണ്ടാംഘട്ട പ്രചാരണം തുടങ്ങി. പ്രചരണ ഉദ്ഘാടനത്തിന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തിയിട്ടും വൈക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെയും പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടക്കൽ വിപ്ലവത്തിന്റെ സ്മരണകൾ ജ്വലിക്കുന്ന മണ്ണിലായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് സ്വീകരണം ഏറ്റുവാങ്ങിയത്. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂരിലും BJP സ്ഥാനാർത്ഥി KV സാബു ചാത്തന്നൂരിലും ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ചു. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിലെ കടക്കൽ പഞ്ചായത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തിയത്. കശുവണ്ടി കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ വോട്ടർമാർ ഹൃദയപൂർവ്വം സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ദുർബലതയാണ് പ്രകടമാക്കുന്നതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പക്ഷേ നേരത്തെ ഉള്ളതുപോലെ പല സ്റ്റേറ്റുകളിലല്ല, കർണാടകത്തിൽ പോലും മത്സരിച്ചാൽ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് സുരക്ഷിതത്വം ആണെന്ന് വെച്ച് മത്സരിക്കുന്നതായിരിക്കും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനം അത്ര മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലതുപക്ഷ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂരിൽ വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തി. BJP സ്ഥാനാർത്ഥി KV സാബു ചാത്തന്നൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. മതനേതാക്കളെയും അദ്ദേഹം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ രണ്ടാംഘട്ട പൊതുപര്യടനത്തിന് ആവേശകരമായ തുടക്കം. കുറ്റ്യാടിയിൽ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയത്. രണ്ടാം ഘട്ട പൊതുപര്യടനത്തിന് ആവേശോജ്ജലമായ സ്വീകരണമാണ് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന് ലഭിച്ചത്. കുറ്റ്യാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രചാരണം നടന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. രാവിലെ 8 മണിയോടെ വേളത്ത് വെച്ചായിരുന്നു രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഉദ്ഘാടനം. തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെ തന്നെ യുവതി യുവാക്കൾ യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് LDFന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ജനസേവനത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും മേഖലയിൽ കൂടി ഇടപെടുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു സവിശേഷത. എൻ്റെ ജന്മദേശമായിട്ടുള്ള പാട്യത്ത് 100 യുവതി യുവാക്കളാണ് രക്തം ദാനം ചെയ്തത്. അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പലയിടത്തും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവനവും അത് യുവതി യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവള്ളൂർ, വില്യാപ്പള്ളി, മേമുണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലും LDF സ്ഥാനാർത്ഥി P ജയരാജൻ ഇന്ന് പര്യടനം നടത്തി. കനത്ത വെയിലിനെയും അവഗണിച്ച് നിരവധി പേരാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊന്നാനിയിൽ ആവേശത്തിരയിളക്കി ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം. LDF പ്രചാരണത്തിന് ചൂടുപകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനിയിൽ എത്തും. മൂന്നാം റൌണ്ട് പര്യടനം തുടർന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF NDF സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. പൊന്നാനിയിൽ മാറ്റത്തിനായി വോട്ട് തേടുന്ന LDF പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്.
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ മൂന്നാം വട്ട മണ്ഡല പര്യടനം തുടരുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഹൃദ്യമായ സ്വീകരണമാണ് മണ്ഡലത്തിലുടനീളം അൻവറിന് ലഭിക്കുന്നത്. 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ആവശ്യമുള്ള അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ രണ്ട് കാര്യമാണ് ഈ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ രണ്ടാം റൗണ്ട് പ്രചരണത്തിലാണ്. ഞായറാഴ്ച തിരൂരങ്ങാടി അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വൈകിട്ട് റോഡ് ഷോയും നടന്നു. അത് വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. സ്ത്രീകൾ, യുവാക്കൾ, അതായത് ഇവിടെ ഈ ന്യൂ ജനറേഷൻ ഒക്കെ ഇത്രമേൽ ആവേശത്തിൽ വന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അവർ പരമ്പരാഗത വോട്ട് ചെയ്യുന്നവരല്ല, അവർ പുതിയ വോട്ടേഴ്സാണ്. പക്ഷെ അവരും വളരെ ഉഷാറുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയുണ്ട്. അസലായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി VT രമ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പ്രചരണം തുടരുകയാണ്. വോട്ടെടുപ്പിന് 22 ദിവസം ശേഷിക്കെ പൊന്നാനിയിൽ അട്ടിമറി വിജയം നേടാൻ LDFും മണ്ഡലം നിലനിർത്താൻ UDFും തീവ്ര പ്രചരണത്തിലാണ്. പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA പ്രചരണം. പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണികളും വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിന്റെ പടുകൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. P രാജീവിന്റെ പടുകൂറ്റൻ കട്ടൗട്ടർ ഉയർത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ വ്യത്യസ്തതയാർന്ന പ്രചരണ തന്ത്രങ്ങളാണ് മുന്നണികൾ പുറത്തിറക്കുന്നത്. എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിന്റെ പടുകൂറ്റൻ കട്ടൗട്ടർ സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. P രാജീവിന്റെ 35 അടി ഉയരമുള്ള കട്ടൗട്ടറാണ് കാക്കനാട് സെന്റർ സ്ക്വയറിൽ ഉയർത്തിയത്. രാഷ്ട്രീയത്തിനുമപ്പുറം യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ കട്ടൗട്ടർ നിർമ്മാണത്തിന് പിന്നിലെന്ന് അവർ പറയുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രചാരണം ചെയ്യണം, രാജീവിനെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നിട്ട് ഇറങ്ങണം, രാഷ്ട്രീയം നോക്കിയിട്ട് നിൽക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും കൂടി ഇറങ്ങാം. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് മാറ്റി വെച്ചു, യുവജന കൂട്ടായ്മയാക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ എണ്ണപ്പെട്ടതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജനഹൃദയങ്ങളിലെത്താൻ പ്രചരണത്തിൽ വ്യത്യസ്തത തരികയാണ് മുന്നണികൾ. വികസന രംഗത്തിൽ നിന്നും ഒരു പിടി മുന്നിൽ നിന്നും ജയിച്ചും നാടിനും നാട്ടാർക്കും സ്നേഹത്തിൽ സാന്നിധ്യം രാജീവ് സാഖാവിനോട്ടെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് സീറ്റിൽ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മണ്ഡലം BJPക്ക് വെച്ച് മാറാനും തയ്യാറാണ്. വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് അമിത്ഷാ തീരുമാനിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹം അമിത്ഭായിയോട് സംസാരിച്ച ശേഷം മാത്രമേ എനിക്കൊരു ഫൈനൽ ഡിസിഷൻ അതിനകത്ത് പറയാൻ പറ്റൂ. അദ്ദേഹം തീരുമാനം എടുക്കും. മാറുമെന്നുള്ള സിറ്റുവേഷൻ ആയില്ലല്ലോ, മാറി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. അവിടെ ഇപ്പൊ ഈ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. ഇപ്പൊ അമിത്ഭായി പറയുകയാണ് ഒരു BJPയുടെ ഏറ്റവും സീനിയർ ലീഡർ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ആ സീറ്റ് വിട്ടുകൊണ്ട് വന്നാൽ വിട്ടുകൊടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സജീവമായതാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. 3 ആഴ്ച പിന്നിടുമ്പോൾ മണ്ഡലത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു. UDFിൽ രാഹുലിന്റെ വരവും ഗ്രൂപ്പ് പോരും ചർച്ചയായപ്പോൾ ചിട്ടയോടുള്ള പ്രചരണത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി. ലോക്സഭാ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞു. ലോക്കൽ തല, ബൂത്ത് തല കൺവെൻഷനുകളും പിന്നിട്ട് കുടുംബയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലുമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൽ മേധാവിത്വം LDFന് തന്നെ. 3 ആഴ്ചയായി എതിരാളികളില്ലാത്ത ചെട്ടിയായ പ്രവർത്തനം. ഒരു ഭാഗത്ത് ഗ്രൂപ്പ് പോരും വിവാദങ്ങളും മുറുകുമ്പോൾ വിജയം മാത്രം ലക്ഷ്യമാക്കിയാണ് LDF പ്രചരണം. നാട്ടുകാരനും സുപരിചിതനുമായ PP സുനീറിന് ഹൃദ്യമായ വരവേൽപ്പാണ് എങ്ങും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടതുപക്ഷം ബഹുദൂരം മുമ്പിലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രംഗത്തും എത്തിച്ചേരാൻ UDFന് സാധിക്കുകയില്ല. ആ ദയനീയാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ UDF തീരുമാനിക്കുന്നത്. തീർച്ചയായും ചരിത്രപരമായ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധിയും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയോട് എതിരിടാതെ സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ എത്തുന്നത് അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു കഴിഞ്ഞു വയനാട്ടിലും. കഴിഞ്ഞ 10 വർഷത്തെ പാഴായ വികസന മോഹങ്ങളും LDF സർക്കാരിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. ഇതിനിടെ മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും LDF സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നിർജീവമായ പ്രവർത്തനം രാഹുലിനെ മാത്രം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന അവസ്ഥയിലാണ് UDF ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്.
സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് ബംഗളൂരുവിൽ സ്വീകരണം നൽകി. സോണൽ കമ്മിറ്റി സെക്രട്ടറി എൻ നാഗരാജ് അധ്യക്ഷത വഹിച്ചു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം എ വി ബാലകൃഷ്ണൻ, സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വത്സനും യോഗത്തിൽ സംസാരിച്ചു. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കും. ദുർമന്ത്രവാദവും കൊലപാതകത്തിന് കാരണമായെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തുഷാരയുടെ മകളെ ചൈൽഡ് ലൈൻ ഏറ്റെടുത്തു. ഭർത്താവ് ചന്ദലാലും ഭർത്തിമാതാവ് ഗീതാലാലും ക്രൂരമായി മർദ്ദിച്ചും ഭക്ഷണം നൽകാതെയുമാണ് തുഷാരയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 21-നായിരുന്നു തുഷാരയുടെ മരണം. മൃതദേഹത്തിന് വെറും 20 കിലോ മാത്രമായിരുന്നു തൂക്കം. വിമാനത്താവളത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ശ്രീകാര്യം സ്വദേശി നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന്റെ പിന്നിൽ നിന്നാണ് ഡ്രോൺ കണ്ടെത്തിയത്. നൌഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് SP ഇളങ്കോ അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ചൈനീസ് നിർമ്മിത ഡ്രോണാണ് കണ്ടെത്തിയത്. മുൻ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. ബ്രെക്സിറ്റ് കരാർ വീണ്ടും പാർലമെന്റിൽ വോട്ടിടാൻ ഉള്ള സാധ്യത തേടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. കരാറിൽ പിന്തുണ നേടാൻ 3 തവണയും പരാജയപ്പെട്ടെങ്കിലും പിന്നോട്ടിൽ നിന്ന് നിലപാടിലാണ് തെരേസ. അതേസമയം തെരേസ മേയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രെക്സിറ്റ് കരാർ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുടെ ശ്രമം 3-ാം തവണയും MP-മാർ വോട്ടിനിട്ട് തള്ളിയിരുന്നു. ഏറ്റവും ഒടുവിൽ തെരേസ മേ പരിഷ്കരിച്ച ബ്രെക്സിറ്റ് കരാർ 286-നെതിരെ 344 വോട്ടുകൾക്കാണ് പാർലമെന്റ് തള്ളിയത്. കരാറിനെ പിന്തുണച്ചാൽ രാജിവെക്കാമെന്ന് തെരേസ മേ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിപക്ഷമായ ലേബർ പാർട്ടി ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നാകട്ടെ പൂർണ്ണ പിന്തുണ നേടാനും തെരേസ മേയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കരാറിൽ അടിമുടി മാറ്റം വരുത്തിയാൽ പോലും അംഗീകരിക്കപ്പെടുമെന്നും ഉറപ്പുമില്ല. 4-ാം തവണയും കരാർ പരാജയപ്പെട്ടാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. അതേസമയം ബ്രെക്സിറ്റ് കരാർ സംബന്ധിച്ച് നാളെ പാർലമെന്റിൽ ചർച്ചയായേക്കും. തീരുമാനമായില്ലെങ്കിൽ കരാർ ദീർഘകാലമായി നീട്ടുകയോ കരാറില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടുക എന്നതാണ് ബ്രിട്ടന് മുന്നിലുള്ള പോംവഴി. അതേസമയം നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഏപ്രിൽ 10-ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 3 പ്രതികൾ ഉൾപ്പെടുന്ന കുറ്റവിമുക്തരായ ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് CBI നൽകിയ ഹർജിയും കേസിൽ ഇന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 KCB മുൻ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയുമാണ് കോടതിയിൽ പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ NV രമണ, മോഹനശാന്തന ഗൌണ്ടർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് 3 ആഴ്ചത്തെ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്.